ബിഗ് ബോസ് കപ്പ് അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് അനുവിനെ പ്രപ്പോസ് ചെയ്തു. അത് കഴിഞ്ഞ ആഴ്ച ചെയ്യാതെ ഈ ആഴ്ച ചെയ്യണമായിരുന്നു. എന്നാൽ അനീഷിനെ കുറിച്ച് നല്ലൊരു ചർച്ചാ വിഷയം തന്നെ ആ ബിഗ് ബോസിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലയടിച്ചാണ്. അതേപോലെ പുറത്തും സോഷ്യൽ മീഡിയയിൽ നല്ലൊരു തരംഗം സൃഷ്ടിക്കാമായിരുന്നു. അനീഷ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം കഴിഞ്ഞ ആഴ്ച പോയിട്ട് ആ ലവ് സ്ട്രാറ്റജി പ്രപ്പോസൽ ചെയ്തതാണ്. അതേ സമയത്ത് ഈ ബിഗ് ബോസിനുള്ളിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ പണിയാൻ പറ്റുമോ ആ രീതിക്കൊക്കെ അവരെ കുറിച്ച് പലദോഷം കുശുമ്പ കുന്നായ്മയൊക്കെ പറഞ്ഞ് അവർക്ക് പുറത്ത് കട്ടപ്പ പദവി വരെ വാങ്ങിച്ചു കൊടുത്ത അനുമോക്ക് നല്ലൊരു നെഗറ്റീവ് വരാൻ കാരണം ഈ പുറത്ത് പോയവരൊക്കെ അകത്ത് കയറി വന്ന് അറ്റാക്ക് ചെയ്തത് അനുമോളെയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ PR വർക്ക് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊട്ടിട്ട് വിട്ടേക്കുന്നത് കൊണ്ട് ആ പണി കറക്റ്റായിട്ട് അനുമോൾ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പുറത്തു പോയതിനകത്ത് വന്ന് അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും എല്ലാ പ്ലാറ്റ്ഫോമിലും അനുമോക്ക് വേണ്ടി മാത്രം സംസാരം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് സംസാരിക്കുമ്പോൾ പേരുകൾ കേൾക്കുന്നതാണ്. അപ്പൊ വോട്ടുകൾ സാധാരണ എണ്ണം കൂടുകയും ചെയ്യും. അനീഷ് അതേ സമയത്ത് ഈ പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിൽ അനീഷിനും കൂടി അവിടെ ഭയങ്കര തരംഗം സൃഷ്ടിക്കാമായിരുന്നു. പുറത്തുനിന്ന് വന്നവരും അനീഷിനെ കുറിച്ച് ഒരു ലവ് സ്ട്രാറ്റജി പോയതിന് അങ്ങനെ ഒരു വിന്നർ ആവാനുള്ള നല്ലൊരു ലവ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, നല്ലൊരു ഗെയിം പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തച്ചുടച്ച് കഴിഞ്ഞ് ഇപ്പം ഫുള്ള് PR വർക്കിൽ കൂടി ഇപ്പൊ തമിഴ്നാട്ടിലും കന്നഡയിലും കർണാടകയിലും അതേപോലെ ആന്ധ്രയിലൊക്കെ പോയിട്ട് അനുവിന്റെ 16 ലക്ഷം രൂപയും കൊണ്ട് പോയിട്ട് PR വോട്ട് തിരിച്ചും മറിക്കുകയാണ്. ഹോട്ട്സ്റ്റാറിൽ കൂടി വോട്ടിടാനെ കൊണ്ട്. പക്ഷെ ഗ്രൂപ്പിന് കൊടുത്താൽ മതി, ഒരു ഗ്രൂപ്പിന് 100 പേരുള്ള ഒരു ഗ്രൂപ്പിൽ കൊടുത്താൽ 100 വോട്ട് കിട്ടി എന്നതുപോലെ പല സ്റ്റേറ്റുകളിലോട്ട് കയറി ഇറങ്ങിയിട്ട് PR പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഗൈസ് അനുമോക്ക് കപ്പിന് വേണ്ടി. അപ്പൊ അനീഷിന്റെ കപ്പ് പോയ വഴി ഞാൻ പറഞ്ഞു തന്നെ ഏറ്റവും നല്ലൊരു കിടിലം ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷെ അനീഷ് അത് മിസ്സാക്കിപ്പോയി. അതുകൊണ്ട് ലവ് സ്ട്രാറ്റജിയും പോയി, തേങ്ങയും പോയി, മാങ്ങയും പോയി, കപ്പയും പോയി, കപ്പും പോയി. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം കട്ട സപ്പോർട്ട് ആൾക്കാർ അനുവിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനു കട്ടപ്പയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് നമുക്ക് ബാഡ് കമന്റ് എഴുതിയവരോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കമന്റിന് താഴെ ഞാൻ നിങ്ങളുടെ തന്തയാണെന്നും പറഞ്ഞ് എഴുതും കമന്റ്. അതേക്കുള്ള വേറെ ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ മതി ഞാൻ ആരാണെന്ന് വീട്ടിലുള്ളവർ പറഞ്ഞുതരും. അത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഉഷാർക്ക് മുന്തിരിങ്ങ.